ഓളപ്പരപ്പുകളെ ആവേശത്തിലാക്കാൻ മലപ്പുറം കീഴ്പറമ്പിലെ 22ാമത് ഉത്തരമേഖല ജലോത്സവത്തിലുള്ള തോണികൾ നീറ്റിലിറങ്ങി. 3 തോണികളാണ് വലിയ ആഘോഷ പരിപാടികളോടെ ജലോത്സവ പ്രേമികൾ ചാലിയാർ പുഴയിൽ ഇറക്കിയിരിക്കുന്നത്. 31-നാണ് പ്രസിദ്ധമായ വള്ളം കളി. കീഴുപറമ്പ് CH ക്ലബ്ബും മലപ്പുറം ജില്ലാ പഞ്ചായത്തും നെഹ്റു യുവകേന്ദ്രയും ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിലും സംയുക്തമായാണ് ജലോത്സവം സംഘടിപ്പിക്കുന്നത്. വാശിയേറിയ 22ാമത് ഉത്തരമേഖലാ ജലോത്സവത്തിൽ മലപ്പുറം, കോഴിക്കോട് ജില്ലകളിൽ നിന്നായി 20 പ്രമുഖ ടീമുകൾ പങ്കെടുക്കും. സാധാരണ ജലോത്സവങ്ങൾക്ക് എല്ലാ ടീമുകൾക്കും വ്യത്യസ്ത തരത്തിലുള്ള തോണികളാണ് ഉണ്ടാവുക. എന്നാൽ ഇത് പലപ്പോഴും മത്സരശേഷം വിധി നിർണയത്തിന് പ്രയാസങ്ങൾ സൃഷ്ടിക്കാറുണ്ട്. ഇതിന് പരിഹാരം കണ്ടെത്തുന്നതിനായാണ് സംഘാടകർ തന്നെ തോണികൾ നിർമ്മിക്കുന്നത്. 38 അടി നീളവും 25 ഇഞ്ച് വീതിയിലുമുള്ളതാണ് തോണികൾ. അറ്റകുറ്റപ്പണികൾ തീർത്ത് 3 തോണികളും നാട്ടുകാരും ക്ലബ് അംഗങ്ങളും വലിയ ആവേശത്തോടെ ആർപ്പുവിളിയോടെയാണ് ജലോത്സവം നടക്കുന്ന ചാലിയാറിലെ എടശ്ശേരി കടവിൽ ഇറക്കിയത്. തുടർന്ന് നീറ്റിലിറക്കിയ തോണികൾ സംഘാടകരുടെ നേതൃത്വത്തിൽ ചാലിയാറിൽ പരീക്ഷണ തുഴച്ചിലും നടത്തി. പ്രായവ്യത്യാസമില്ലാതെ നിരവധി പേരാണ് പങ്കാളികളായത്. ജലോത്സവത്തിന്റെ ഭാഗമായി ചാലിയാറിൽ പ്രഭാത സമയങ്ങളിലും വൈകുന്നേരങ്ങളിലും ടീമുകളുടെ വാശിയേറിയ പരിശീലനവും പുരോഗമിക്കുകയാണ്. CN ഹമീദ് ഫ്ലാഗ് ഓഫ് ചെയ്തു. സംഘാടക സമിതി ജനറൽ കൺവീനർ YC മെഹബൂബ് അധ്യക്ഷത വഹിച്ചു. ജലോത്സവത്തിന്റെ നറുക്കെടുപ്പ് കൂപ്പൺ വിതരണോദ്ഘാടനം ഏറനാട് മണ്ഡലം ജിദ്ദ KMCC പ്രസിഡന്റ് MK അഷ്റഫ് നിർവഹിച്ചു. KK മുഹമ്മദ് കുട്ടി, YP നിസാർ, PV സുബൈർ, KC വഹീദ്, MK ഷാജഹാൻ, മുഹസിൻ കോളക്കോടൻ, CP സലീം സുട്ടു, CH നസീഫ് എന്നിവർ സംസാരിച്ചു. ഉത്തരമേഖലാ ജലോത്സവത്തിന്റെ തോണി നീറ്റിലിറക്കുന്ന ഒരു ഫംഗ്ഷനാണ് ഇവിടെ നാട്ടുകാർ മുഴുവൻ ഒരുമിച്ച് കൂടി ഇവിടെ ഒരു ഉത്സവ പ്രതീതിയിൽ നടത്തപ്പെട്ടത്. ഈ മാസം 31-ാം തീയതി ആണ് മത്സരം നടക്കുന്നത്. അപ്പോൾ എല്ലാ ജലോത്സവ പ്രേമികളെയും ഞങ്ങൾ സ്വാഗതം ചെയ്യാണ്. പതിവ് പോലെ ഇത്തവണയും ഉത്തരമേഖലാ ജലോത്സവം നാടിന്റെ ഉത്സവമാകുമെന്ന വലിയ പ്രതീക്ഷയിലാണ് സംഘാടകരും. മലബാർ ടൈംസ്, അരീക്കോട്.